ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. തലേ ദിവസം രാത്രി കഴിക്കാനായിട്ട് വാങ്ങിയ പൊറോട്ട കുറച്ചധികം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചധികം തന്നെ ബാക്കിയും ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ടാണ് രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. കൊത്തു പൊറോട്ട സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു സവാള ചെറുതായി എരിഞ്ഞതും ഒരു തക്കാളി ചെറുതായി എരിഞ്ഞതും 4 പച്ചമുളക് ചെറുതായി എരിഞ്ഞതും ഇട്ട് വഴറ്റി കൊടുക്കാം. 5 പൊറോട്ടയാണ് ബാക്കി വന്നിട്ടുണ്ടായത്. അത് ചെറുതായി കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരുമ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോഴത്തേക്കും പൊറോട്ട എടുത്ത് നന്നായി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ നന്നായി ചെറുതായി കട്ട് ചെയ്യാനും പറ്റും. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി മുട്ട മസാലയുമായി നന്നായി യോജിപ്പിച്ചെടുത്ത് ഒന്ന് ചിക്കിയെടുക്കണം. നന്നായി ഡ്രൈ ആയിട്ട് എടുക്കണമെന്നില്ല. കുറച്ചൊന്ന് മുട്ട ആയി വരുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുത്ത പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇനി പൊറോട്ടയുമായി നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ബാക്കി വന്നിട്ടുള്ള എന്തെങ്കിലും ചിക്കൻ കറിയോ ബീഫ് ഗ്രേവിയോ ഒഴിച്ചു കൊടുക്കുക. അത് വീഡിയോ സ്കിപ്പായി പോയതാണ്. ഞാൻ കുറച്ച് ബാക്കി വന്ന ബീഫ് കറിയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നന്നായി മിക്സാക്കി ചിക്കിയെടുത്ത് വാങ്ങിക്കഴിക്കാം. ഞാനിതൊരു മൺചട്ടിയിലാണ് സെർവ് ചെയ്തത്. ചെറുതായി എരിഞ്ഞ മല്ലിയിലയും ചെറുതായി എരിഞ്ഞ സവാളയും ഇട്ട് അലങ്കരിച്ച് ഉപയോഗിക്കാം. കൂടാതെ സവാളയും മല്ലിയിലയും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഒന്നിച്ച് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു.